ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം ഇനി പറയാൻ പോണത് ഇനി ഈ ആഴ്ച വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തെക്കുറിച്ചാട്ടോ. അങ്ങനെ നമ്മുടെ അശ്വിൻ പ്രണയം പറയാൻ വേണ്ടി ശ്രുതിയുടെ അടുത്ത് പോകുന്നുണ്ട്. ശ്രുതിക്കത് മനസ്സിലാവുന്നുണ്ട്. ശ്രുതി, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയുടെ നെഞ്ചിടിപ്പാണെങ്കിൽ ഇങ്ങനെ കൂടുവാട്ടോ. ഈശ്വര, ഞാൻ വിചാരിക്കുന്ന കാര്യം തന്നെയായിരിക്കുമോ അശ്വിൻ സാറും പറയാൻ പോണത് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ അശ്വിൻ അത് എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഐ ലവ് യു എന്നിങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ഓരോരോ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. ആദ്യം ശ്യാം വരും, പിന്നെ രാമേട്ടൻ വരും. ആ സമയത്താണ് അഞ്ജലിക്ക് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് കോള് വരുന്നത്. അപ്പോൾ എല്ലാ ടെൻഷനും നമ്മുടെ അശ്വിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോകും. പക്ഷേ നമ്മുടെ ശ്രുതി വീണ്ടും, അതായത് അശ്വിൻ പോയി കഴിയുമ്പോൾ വീണ്ടും ആ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ കണ്ണാടിയിൽ, അതായത് മിററിൽ ഒരു റെഡ് പെൻ കൊണ്ട് ശ്രുതി എനിക്ക് നിന്നോട് സംസാരിക്കണം, മുകളിൽ ടെറസിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ശ്രുതി വിചാരിക്കും ഇത് എഴുതിയേക്കുന്നത് അശ്വിനാണെന്ന്. അങ്ങനെ ശ്രുതി വളരെ സന്തോഷത്തോടു കൂടി തന്നെ മുകളിലേക്ക് പോകുക കേട്ടോ. ആ സമയത്താണ് ശ്രുതിക്ക് മനസ്സിലാവുന്നത് അത് അശ്വിനല്ല, ശ്യാമാണ് എഴുതിയെന്ന്. അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വന്ന് അവിടെ നിന്ന് പോകാനായിട്ട് പോകുമ്പോഴേക്കും ശ്യാം വീണ്ടും ശ്രുതിയുടെ കാല് പിടിക്കണം, എനിക്ക് നീയില്ലാതെ പറ്റില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ അശ്വിൻ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ശ്രുതി സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു കുടുക്കിലാണ് ചെന്ന് പെടുന്നത്. ശ്യാമിങ്ങനെ കയറി പിടിക്കുമ്പോൾ ആ ദേഷ്യത്തിലും പിന്നെ തൻ്റെ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് കാരണവും ഈ ശ്യാമാണല്ലോ, പിന്നെ അതിൻ്റെ കൂടെ ശ്രുതി ഉണ്ടെന്നൊക്കെ വെച്ചിട്ട് അശ്വിനും ശ്രുതിനെ ഒരുപാട് തെറ്റിദ്ധരിച്ച് ഒരുപാട് രീതിയിലൊക്കെ സംസാരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശ്രുതിനെ വല്ലാത്ത എന്താണ് പറഞ്ഞത്, വല്ലാത്ത ക്രൂരമായിട്ടൊക്കെ അശ്വിൻ പെരുമാറും. കാരണം ആ ദേഷ്യമാണ്. പക്ഷെ അധികം നാളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പെരുമാറില്ല. അങ്ങനെയൊക്കെ പെരുമാറുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് തമാശക്കാണോ അതോ കാര്യത്തിലാണോ എന്ന് നമുക്ക് ഹിന്ദി കാണുമ്പോൾ പോലും മനസ്സിലാവില്ല. ആ രീതിയിലാണ് ഒരു കോമഡി രൂപത്തിലാണ് ആ സീനുകളൊക്കെ കാണിക്കുന്നത്. ടെറസിൻ്റെ മുകളിൽ നിന്നും അതുപോലെ തന്നെ ലെറ്റർ എഴുതി വെച്ചിട്ടും ഒക്കെ ശ്രുതി ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ അശ്വിന് വല്ലാത്ത ടെൻഷൻ തോന്നും കേട്ടോ. ശ്രുതി തന്നെ വിട്ടു പോകുമോ എന്ന് ആലോചിച്ചിട്ട് ശ്രുതിയുടെ പുറകിൽ ഒരു ഭയങ്കരമായിട്ട് ഓടിപ്പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും